ഒരു കെട്ട് തുണി വീട്ടിലും ഉണ്ട്, ഒരു കെട്ട് തുണി PG-യിലും ഉണ്ട്. എന്നാൽ വീട്ടിൽ വന്ന് കബോർഡ് തുറക്കുമ്പോൾ തുണിയെല്ലാം കൂടെ വീഴുന്ന പരുവത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതെല്ലാം എടുത്ത് വൃത്തിക്ക് മടക്കി എടുത്ത് പെറുക്കി വെക്കണം എന്നുള്ളത്. ഞാൻ എല്ലാ തുണിയും എടുത്ത് സാരി ഒരു സെക്ഷൻ, ചുരിദാർ ഒരു സെക്ഷൻ, പാവാട ബ്ലൗസ്, ജീൻസ് ടോപ്സ് അതെല്ലാം ഒരു സെക്ഷനാക്കി എല്ലാം വൃത്തിക്കെടുത്ത് നീറ്റായിട്ട് എടുത്ത് വെച്ചിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചൊരുങ്ങി ഉദനപ്പള്ളി പെരുന്നാളിന് പോകുന്നത്. ഉദനപ്പള്ളി നമ്മുടെ വീടിൻ്റെ അടുത്തല്ല, കുറച്ചടുത്താണ്. അപ്പോൾ ഞാൻ ഉദനപ്പള്ളി പെരുന്നാളിന് പോയി ചെന്നപ്പോഴത്തേക്കും കുർബാന കഴിഞ്ഞു കൈ സ്വാഭാവികം. പിന്നെ പ്രദക്ഷിണം പോയി വന്നിട്ട് പിന്നെ ലേസർ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു, പടക്കമൊക്കെ. പെരുന്നാൾ കൂടാന്നുള്ള പേരിൽ ഞാൻ ആക്ച്വലി ഒന്ന് ഗാനമേള കൂടാനാണ് കേട്ടോ. നമ്മുടെ സ്വന്തം ലക്ഷ്മി ജയൻ ചേച്ചിയും നമ്മുടെ സാംസൺ ചേട്ടനും ശ്വേത ഷോക്കിൻ ഇവർ 3 പേരായിരുന്നു കേട്ടോ. ഇവരുടെ ബാൻഡായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഷോ ആയിരുന്നു. ഇത് മിസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു നഷ്ടമായി പോയേനെ. ഫുഡും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അതും കഴിച്ച് ഗാനമേളയൊക്കെ കണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 12-1 മണിയായി.